GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാമിസ്ട്രിയിലുള്ള ഒരു അത്ഭുതപ്പെട്ട ഒരു രേഖയെപ്പറ്റി തന്നെയാണ്. ഈ ഒരു രേഖ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മിക്ക ആളുകളുടെയും കൈകളിൽ ഈ രേഖ കാണും. ഈ രേഖ എല്ലാവരുടെയും കൈകളിലുണ്ടാവും. മിക്ക ആളുകളുടെ 90% ആളുകളുടെ കയ്യിലും വരുന്ന രേഖയാണിത്. പക്ഷേ എന്തുകൊണ്ട് ഇത് ഇവിടെ വിശദമാക്കി പറയുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രേഖയാണ് ഇന്ന് ഞാനിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്, പാമിസ്ട്രിയിൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അത് നമ്മുടെ മരണമല്ല, അതായത് ആയുർരേഖയുടെ കഥയല്ല ഇവിടെ പറയാൻ പോകുന്നത്. സാധാരണ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ആയുർരേഖയുടെ കാര്യമായിരിക്കാം, ജീവിതം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതായിരിക്കാം പറയാൻ പോകുന്നത്. അതല്ല, വിധിരേഖയും അല്ല, അതായത് ഭാഗ്യരേഖയും അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇമേജ് വരച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ഇമേജിലൂടെ തന്നെ നമുക്ക് ആ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാം. ഒപ്പം ഞാൻ അതിന് ശേഷം നമ്മുടെ ജ്യോതിഷത്തിൽ വരുന്ന ഈ ഒരു യോഗത്തിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ യോഗത്തിനെ പറ്റി അല്ല പറയുന്നത്, പകരം വേറൊരു അറിവാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പിന്നെ ഇന്ന് യോഗത്തെ പറ്റി അല്ല പറയുന്നത്, പക്ഷേ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നക്ഷത്രത്തിൻ്റെ, പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൻ്റെ ആ ഒരു ദിനപ്പൊരുത്തത്തിൻ്റെ കഥ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ നന്നായി മനസ്സിലാക്കാനായിട്ട് ഞാൻ ആ ഇമേജ് കാണിക്കാം. അപ്പം നമുക്ക് ഇമേജിലേക്ക് പോകാം. നോക്കൂ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. ഞാൻ വരച്ച് തയ്യാറാക്കിയിട്ടുള്ള ഇമേജാണിത്. ഇതിപ്പോൾ ഒരു കൈയുടെ മോഡലാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ, ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയുന്നു. ഈ രേഖയിൽ ഇവിടെ ബാക്കിയുള്ള അവിടെ കൂടെ ഉള്ള ലിഫൈനുകളെല്ലാം ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. നോർമൽ ഒരു ഹാൻഡും ഈ പറയുന്ന പ്രധാനപ്പെട്ട 4 രേഖകളും അതിനെപ്പറ്റി പറഞ്ഞു. ഇനി ഇവിടെ പറയാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിദേശ ജീവിതം നമ്മുടെ രക്ഷയായിട്ട് പറയാറുണ്ട്. വിദേശത്തുള്ള ജീവിതം, വിദേശത്ത് പോയി സെറ്റിൽഡ് ആവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷ പ്രാപിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമാണ് വിദേശ ജീവിതം. അപ്പോൾ വിദേശത്ത് നമ്മൾ പോകുന്നതോ, രണ്ടാമത് പോയ ശേഷം നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത്, അത് നമ്മുടെ കൈരേഖ കൊണ്ട് നമുക്ക് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ശ്രമം നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെയാണ് വിദേശത്ത് എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൈരേഖ ഇതാണ് വിദേശ രേഖകൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ കൈയുടെ ഈ ഭാഗത്ത് കാണുന്ന ഈ രേഖയാണ് വിദേശ രേഖകൾ എന്നറിയപ്പെടുന്നത്. താഴെ ഞാൻ വരച്ചിട്ടുണ്ട്, മേളിലും വരച്ചിട്ടുണ്ട്. ഇതിനിടയിലും അനേക ലൈനുകൾ വരാറുണ്ട്. ഇനി പറഞ്ഞു തരാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന പൊസിഷനിലാണ് രേഖ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു രേഖ അല്ലെങ്കിൽ 2 രേഖ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വെസ്റ്റേൺ കൺട്രീസിലേക്കാണ് നിങ്ങളുടെ യാത്ര. അമേരിക്ക, കാനഡ, യൂറോപ്പ്, സ്വിറ്റ്സർലാൻഡ്, സ്പെയിന്, അതുപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളവരുടെ കൈരേഖയിലാണ് ഈ കാണുന്ന രീതിയിലുള്ള ലൈനുകൾ നമ്മൾ കാണുക. മനസ്സിലായല്ലോ? ഇനി ഇവിടുന്ന് 2, 3, 4 ഇങ്ങനെയൊക്കെ വരയുണ്ടെന്ന് കരുതുക. ഇങ്ങനെ കാണുന്ന വിദേശ രേഖകൾ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ കലാകാരനായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളിലെല്ലാം പോയി അയാളുടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിനിധികൾ മുഖേന എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആളോ ആയി തീരാൻ സാധ്യതയുണ്ട് ഇവിടെ കൂടുതൽ രേഖകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മേളിലേക്ക്. അപ്പോൾ ഈ ഒരു അളവ് മുതൽ ഇങ്ങനെ മേളിലേക്ക് വരുന്ന രേഖകളെല്ലാം വിദേശ രാജ്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന വിദേശ ഭാഷകൾ, ഇറ്റലി, ജപ്പാനീസ്, ചൈനീസ് അങ്ങനെയുള്ള ഭാഷകൾ, ആഫ്രിക്കൻസ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി ഇവിടെ നിറച്ച് രേഖകളുണ്ടെങ്കിൽ വിദേശത്ത് തന്നെ സെറ്റിൽഡ് ആണ് ആ ആൾ. നമ്മുടെ ഏത് രാജ്യത്താണ് അയാൾ ജീവിക്കുന്നത്, ആ നാട്ടിലോട്ട് മടങ്ങി വരില്ല, അവിടെ വിദേശത്ത് സെറ്റിൽഡ് ആകും എന്നുള്ള തെളിവാണിത്. ഇനി ഈ കാണുന്ന രേഖ താഴെ കാണുന്ന ഇവിടെയുള്ളത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഒമാൻ, ജിദ്ദ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വിദേശ രേഖയാണ് ഈ കാണുന്നത്. ഗൾഫ് മുഖേനയുള്ള വിദേശ ഭാഗ്യമാണ് ഈ കാണുന്നത് ഈ ലൈൻ. ഞാൻ ഈ വേരിൽ ഇങ്ങനെ ഓടിക്കുന്ന പടം. ഇവിടെ അനേക രേഖകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് മാറ്റം കെട്ടി അറബി നാട്ടിൽ കൂടി വട്ടം കറങ്ങുന്ന ഒരു ജീവിത രീതിയാവാം, അല്ലെങ്കിൽ ഫെറ്റിൽഡ് ആവുന്ന രീതിയാവാം, അല്ലെങ്കിൽ ഒരു മുഴുവൻ കാലം 3/4 പങ്ക് ആയുസിൻ്റെ പകുതിയോളം അവിടെ ജീവിക്കുന്ന ആളാവാം. അങ്ങനെ ആവാം. അല്ല ഇവിടെയാണ് ഈ ഒരു പ്രൊഫഷനിലാണ് രേഖയെങ്കിൽ മറ്റ്
ഭാഷകൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അറബി നാട് അറബി, ഹിന്ദി, ഉറുദു തുടങ്ങിയവ സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിലുള്ളവർ സ്പാനിഷ്, ഇറ്റലിയൻ, പിന്നെ ഇംഗ്ലീഷ് തുടങ്ങിയവ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കും, വിദേശത്ത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് രേഖകൾ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു രേഖകളൊക്കെ ആളുകളുടെ കൈ വരും. ഇതെങ്കിൽ നിറച്ച് ഇങ്ങനെ രേഖ വരാറില്ല, എങ്കിലും ഒന്നാണ് വരിക എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു രേഖയാണെങ്കിൽ കുറേ കാലം അയാൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് വിദേശ രേഖകൾ മനസ്സിലാക്കുക. ഈ കാണുന്ന രേഖ ഇത് വേറൊരു കഥയാണ്. ഈ രേഖ നമുക്കിവിടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാം. ഈ രേഖ ഇവിടെ ഇല്ലാന്ന് ഇരിക്കുക, ഈ രേഖ വേറെ കൈ എന്ന് കരുതുക. ഈ രേഖകൾ കാണിക്കുന്നത് നമ്മുടെ 16 വയസ്സ് വരെ അല്ലെങ്കിൽ 18 വയസ്സ് വരെ നമ്മൾ ഭയങ്കരം കഷ്ടകാലത്തിലായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കാണുന്നത് നമ്മുടെ കയ്യിൽ. അതിനുശേഷം 35 വയസ്സിന് ശേഷം സാമ്പത്തികമായി ഉയരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രേഖകൾ. 16 വയസ്സ് 18 വയസ്സ് വരെയുള്ള നമ്മുടെ ദോഷങ്ങൾ, കഷ്ടകാലങ്ങളെല്ലാം ഈ രേഖയിൽ കാണുന്നുള്ളൂ. അതിനുശേഷം ജീവിതത്തിലേക്ക് വളരെ അധികം ഉയർച്ച, പ്രശസ്തി, സമ്പത്തിൻ്റെ കുത്തൊഴുക്ക് തുടങ്ങിയവ എല്ലാം ലഭിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന രേഖ. അപ്പോൾ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, വളരെയധികം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് മുഴുവൻ കഴിഞ്ഞിട്ടില്ല, ഈ വീഡിയോ ഇനി തുടരുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി സംസാരിക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ജീവിതം എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പം വിദേശ രേഖകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ അപ്പോൾ പാമിസ്ട്രിയിൽ നമ്മൾ കണ്ട കാര്യങ്ങളിൽ ഒരുപാട് വിചിത്രമായ ഒരു അറിവാണ് നിങ്ങൾക്ക് കിട്ടിയത്. വിദേശരേഖ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രേഖ എല്ലാവരും കാണിച്ചു തരാറുണ്ട്. പക്ഷേ വിദേശരേഖ എന്ത് എന്നുള്ളത്, അത് എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വിദേശരേഖയാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് IELTS ചേർന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജാപ്പനീസോ ചൈനീസോ തുടങ്ങിയവ ട്രെയിൻ ചെയ്യാം. സ്പാനിഷോ ഫ്രഞ്ചിലോ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം, ഇറ്റാലിയനെ ട്രെയിൻ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫോഴ്സുകളുണ്ടല്ലോ, നെറ്റിൽ നിന്നാണെങ്കിലും ഒരുപാട് ഫോഴ്സ് വഴി പഠിച്ച് എടുത്ത് ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എപ്പോഴേലും നിങ്ങൾ പോകുന്ന ആ രാജ്യത്തേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാവുകയും അപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഭാഷയുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി താഴെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം, അറബി മനസ്സിലാക്കി വെക്കാം, ഹിന്ദി പഠിച്ചു വെക്കാം, ഉറുദു പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് വേണേൽ ഇംഗ്ലീഷ് വേണേൽ പഠിച്ചു വെക്കാം. അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മെയിൻ അവിടെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയാണ്, പിന്നെ ഹിന്ദിയാണ്, ഉറുദുവാണ്. മനസ്സിലാക്കി വെക്കുക. ഇതിനുള്ള അവസരവും കൂടി നിങ്ങൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യുക. നിങ്ങളുടെ കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയാണെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാഗ്യത്തെപ്പറ്റി നേരത്തെ മനസ്സിലാക്കി നിങ്ങൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ലഭിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതം എവിടെ നിന്ന് നിൽക്കും എന്നുള്ളതിന് വേണ്ടി ഞാൻ ഈ കാണുന്ന രേഖ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമ്മുടെ ജന്മനക്ഷത്രത്തിലൊരു യോഗത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ആ യോഗം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വരുന്ന യോഗത്തിൻ്റെ ചില നമ്പറുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്പറുകളിലാണ് നമ്മൾ ജനിച്ച ദിവസമെങ്കിൽ നമുക്ക് വളരെയധികം ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ സെലിബ്രിറ്റി ലെവലിലൊക്കെ നമ്മൾ ഉയരാനായിട്ടുള്ള വളരെയധികം ഒരു ഉയർച്ച നമുക്ക് ലഭിക്കുന്ന ഒരു നമ്പറുകളാണ് ഈ പറയുന്നത്. ഈ ദിവസങ്ങളിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ദിവസങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജനിച്ച ദിവസം ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരത്തിലുള്ള അക്കങ്ങൾ ഇപ്പോൾ 23, 18 എന്നൊക്കെ പറയുന്ന പോലുള്ള ഡേറ്റുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഡേറ്റുകളിൽ, ഞാൻ പറയാൻ പോകുന്ന ഡേറ്റുകളിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വളരെയധികം സക്സസ് ആവും എന്നുള്ളതിൻ്റെ തെളിവാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഡേറ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന അക്കം 8ആണ്. 8 എന്ന് പറയുന്ന അക്കത്തിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരംഭിക്കുന്നതെങ്കിൽ മാസം ഏതുമായിക്കോട്ടെ 8ആണ് നിങ്ങളുടെ ജന്മത്തീയതിയെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാനും ഭാഗ്യവതിയുമായ വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വിദേശ യോഗമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായ ഉയർച്ചയുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങൾ നിങ്ങൾ വളരെയായിട്ട് ഉയരും, സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെയധികം ഉയരും. ഭയങ്കരമായ യോഗങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, മനസ്സിലാക്കുക. അടുത്തായിട്ട് 18ആണ് ഞാൻ പറയുന്നത്. 18ലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 18ലാണ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായും വളരെയധികം യോഗങ്ങളുണ്ട്, വളരെയധികം ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാം. വളരെയധികം ഉയർച്ചയും ഭാഗ്യമുള്ള ഒരു യോഗമാണ്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഡേറ്റ് 28ആണ്. ഇപ്പോൾ 28ലാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും വളരെയധികം ലക്കിയായ വ്യക്തിയാണ് നിങ്ങൾ. വളരെയധികം ഭാഗ്യമുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾ ലഭിക്കും.
എന്നുള്ളതിൻ്റെ എല്ലാം കൂടി ഒരു തെളിവാണ് 28 എന്ന് പറയുന്ന ഡേറ്റ്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഡേറ്റ് 19 നിങ്ങൾ ജനിച്ച ദിവസമെങ്കിൽ തീർച്ചയായും വളരെയധികം ഉന്നമനം ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ 19 എന്ന് പറയുന്ന ഡേറ്റിൽ നിങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി വളരെയധികം ഉയർച്ച ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാം. അടുത്തായിട്ട് 23 നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ വളരെയധികം നിങ്ങൾ പഠിക്കും, ഒരുപാട് അറിവ് ശേഖരണങ്ങൾ നടത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഭയങ്കരമായ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് 23 ജനിക്കരുത്. അടുത്തായിട്ട് ഡേറ്റ് പറയുന്നത് 27 27 നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ 27 എന്ന് പറയുന്ന അക്കം വരുന്ന ഡേറ്റിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിദേശ ഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ സ്വർണം, പണം, ധനം തുടങ്ങിയവ ലഭിക്കാനുള്ള ഭയങ്കരമായ യോഗമുണ്ട്. അപ്പോൾ അതുപോലൊരു ഭാഗ്യഭംഗിയാണ് 27 എന്ന് പറയുന്നത്. അടുത്തായിട്ട് 5 നിങ്ങൾ ജനിച്ച ഡേറ്റെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. വളരെയധികം അവിശ്വസനീയമായ പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് 14. അപ്പോൾ 14 നിങ്ങൾ ജനിച്ച ഡേറ്റെങ്കിൽ വളരെയധികം ഉയർച്ചയാണ് നിങ്ങൾക്ക് വരുന്നത്. എല്ലാവരാലും ആദരിക്കപ്പെടാനും ബന്ധുക്കളാലും ഒക്കെ ആദരിക്കപ്പെടാനുമുള്ള യോഗങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 14 നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം, അതുപോലെ തന്നെ യശസ്, കീർത്തി, സാമ്പത്തിക യോഗം, ഭാഗ്യങ്ങൾ, അതുപോലെ വിദേശ രാജ്യ ഭാഗ്യങ്ങൾ, അംഗീകാരം, സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ളത്, നിങ്ങളെ പിന്തുണയ്ക്കാൻ ഒരുപറ്റം ആളുകളുണ്ടാവുക, നിങ്ങളോടൊപ്പം കൂട്ടുനിൽക്കാൻ കുറേ ആളുകളുണ്ടാവുക, അങ്ങനെ കുറേ അധികം യോഗങ്ങളോടുകൂടി ജനിക്കുന്ന ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഡേറ്റാണ് ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഡേറ്റുകളിൽ ആരെങ്കിലുമാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ജ്യോതിഷത്തിലെ മറ്റൊരു യോഗത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പാരിജാത യോഗമെന്ന് പറയും. പിന്നെ വേറൊരു യോഗത്തിൻ്റെ പേര് കൂടി ഞാൻ ഇവിടെ പറയും, ഹംസയോഗം എന്ന് പറയും. ഹംസയോഗം എന്ന് പറയുന്നത് വളരെയധികം സൗന്ദര്യമുള്ള മുഖത്തിന് ഉടമയാവും, അല്ലെങ്കിൽ സ്ത്രീയാണ് സൗന്ദര്യമുള്ള മുഖത്തിന് ഉടമയാവും. അതുപോലെ തന്നെ വളരെയധികം ശാരീരികമായ ആരോഗ്യം, ശക്തി തുടങ്ങിയവ എല്ലാം ലഭിക്കുന്ന ഒരു യോഗമാണ് ഹംസയോഗം. നടക്കുന്ന രീതി, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നടക്കുന്ന രീതി ഒരു ഹംസത്തിൻ്റെ രീതിയിലായിരിക്കും നടക്കുന്നത്. അതായത് നമ്മൾ പറയും താറാവ് നടക്കുന്ന പോലെ നടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കാറുണ്ട് ചില ആളുകളെ. പക്ഷെ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ചില ആളുകൾക്ക് അല്പം മുടന്ത് പോലെ വരുമ്പോഴാണ് ആ നടപ്പ് വരുന്നത്. അതല്ലാതെ നോർമലി നടക്കുമ്പോൾ ആ ഒരു നടപ്പാണ് വരുന്നതെങ്കിൽ ഹംസയോഗം ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ രീതിയിലുള്ള ഉയർച്ച അവരുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് ഹംസയോഗത്തിൻ്റെ ഒരു പ്രധാന ഇത്. ഹംസം എന്ന് പറയുന്ന ഒരു ജീവി അരയന്നമാണ് ശരിക്കും. അപ്പോൾ അരയന്നം എന്ന് പറയുന്ന ഒരു പക്ഷിക്ക് ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ പാലും വെള്ളവും തിരിച്ചറിയാനുള്ള കഴിവ് അരയന്നത്തിനുണ്ട്. അപ്പോൾ അരയന്നത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാത്രത്തിൽ കുറേ പാലൊഴിച്ച് അതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണെന്ന് കരുതുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പാല് മാത്രം വേർതിരിച്ച് കുടിച്ചിട്ട് വെള്ളം അവിടെ കാലിയാക്കി വെക്കാനുള്ള കഴിവ് ഹംസത്തിനുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതാണ് ഹംസയോഗമുള്ള വ്യക്തി മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും വശങ്ങളും എല്ലാം മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമുക്ക് അത് പഠിച്ചിട്ട് തീരുന്നില്ല. നമുക്കത് ഒരു പ്രത്യേക കാര്യം കൊണ്ട് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇത് പഠിച്ച് തീരുകയില്ല. തീരാതെ വരുമ്പോൾ നമുക്കെന്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഇതൊന്ന് തീർന്നാൽ മതി നമ്മൾ ചിന്തിക്കും. ഇത് പഠിച്ചത് എനിക്ക് വലിയ ശല്യമായി പോയാലോ, ഇത് പഠിച്ച് തീരുന്നില്ലല്ലോ നമ്മൾ ചിന്തിക്കും. അപ്പം ഇപ്പോൾ ഹംസയോഗത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ മുഴുവൻ കേട്ടിരിക്കും, പക്ഷേ അതിനുശേഷം അതിന് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുക്കും. അതാണ് പ്രത്യേകത. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ആ പഠിച്ച വിഷയത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിവുള്ള യോഗമുള്ള ആളാണ് ഹംസയോഗത്തിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നിയമങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏതൊരു വിദ്യ പഠിക്കാൻ ചെന്നാലും അതിനകത്ത് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം ഒന്നും അനുവർത്തിച്ച് ആരെക്കൊണ്ടും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കും. പക്ഷെ പഠിച്ച ശേഷം ഒഴിവാക്കുന്നത് നല്ലതാണ് ആ കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നത്. മനസ്സിലായാലും ബുദ്ധിമുട്ട് ഉളവാക്കുന്ന കാര്യങ്ങൾ പഠിക്കാതിരിക്കുക. അതിനുശേഷം അതിൽ നിന്ന് എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിച്ച് അതൊരു ഡെഫിനായിട്ട് ശേഖരിച്ചിട്ട് അതിലൂടെ എക്സ്പേർട്ടായി മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാവാൻ കഴിയുന്ന ആളുകളാണ് ഹംസയോഗത്തിൽ ജനിക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹംസയോഗം എന്താണ് ഞാൻ അർത്ഥമാക്കിയെന്ന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഒരു ഭാഷ പഠിക്കുകയാണ്. ആ ഭാഷയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് നിയമങ്ങളോ അതിൻ്റെ ഒരുപാട് ട്രിക്കുകളൊക്കെ പഠിച്ചു വരുമ്പം ഒരുപാട് വർഷം എടുക്കുമെന്ന് വരുന്നത്. പക്ഷേ ഹംസയോഗത്തിലുള്ള ഒരാളാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും ലളിതമായ ഭാഷ വേഗം കണ്ടെത്തും. ആ ഭാഷ ഏതെല്ലാം രീതിയിൽ പഠിച്ചെടുക്കാമെന്നുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് അതിലെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പഠിച്ചെടുക്കും. ആ രീതിയിലേക്ക് അതിനെ ചുരുക്കും. മറ്റുള്ളവർ അതിൻ്റെ ഗ്രാമർ നിയമങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ഈ ഹംസയോഗത്തിലുള്ള ആളെങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിയമം അവനങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഏറ്റവും രീതിയിൽ സൈക്കോളജിക്കലായ രീതിയിൽ അതിനെ ചുരുക്കിയെടുത്തിട്ട്
ആ ഒരു ചെറിയ രീതി ഉപസംഗ്രഹമായിട്ട് പഠിച്ചെടുക്കും. അതിനുശേഷം ഈസി ആയിട്ട് അയാൾക്ക് ഭാഷ ഉപയോഗിക്കാം. ഇപ്പോൾ ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് അറിവുകളുടെ കാര്യത്തിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു മാർഷൽ ആർട്ട് പഠിക്കാൻ പോകണം, അതിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആവശ്യമുള്ള സ്റ്റെപ്പുകൾ പഠിച്ചിട്ട് ബാക്കി അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയും. കാരണം ഉപേക്ഷിച്ച് കളയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും പൂർണ്ണമായും തെളിഞ്ഞല്ല, മറ്റുള്ളവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് അവിടെ വെച്ച് ഉപേക്ഷിച്ചിട്ടാണ് അടുത്തയാളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു വിദ്യ പഠിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരാൾ പഠിപ്പിക്കുകയാണ്, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആൾ മുഴുവനൊന്നും പഠിച്ചിട്ടില്ല. കാരണം കുറേ കാര്യങ്ങൾ അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കി കളഞ്ഞതിൻ്റെ മിച്ചമാണ് പുതിയ ആളെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറേയാണ് മടുപ്പ് പുതിയ ശിഷ്യൻ ഉണ്ടാകുമ്പോൾ ആ ശിഷ്യനും കുറച്ച് ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കി ഒരുപാട് ഒഴിവാക്കിയ ശേഷമാണ് ലാസ്റ്റ് ഒരാൾ പഠിക്കുമ്പം ആദ്യത്തെ കാലത്തുണ്ടായിരുന്ന അറിവിൻ്റെ ബാക്കി പകുതി പോലും പുതിയ കാലത്ത് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടാവുകയില്ല, വളരെയധികം കുറവായിരിക്കും. അതിനെ ലോപിച്ചു പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശോഷണം സംഭവിക്കുക, വിദ്യയിലെ അറിവ് കുറവ് സംഭവിക്കുക എന്ന് പറയും. പക്ഷേ പൂർണ്ണമായ അറിവ് പുതിയ കാലത്ത് ആവശ്യമില്ല. അപ്പം ആവശ്യമില്ലാതെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായ അറിവുകൾ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാലത്ത് ജീവിക്കണം, പുതിയത് പഠിച്ചാൽ മതി. അപ്പോൾ പഴയത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പഴയ കാര്യം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പഴയ കാര്യങ്ങൾ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയ കാര്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ഹംസയോഗം എന്ന് പറയുന്നത്. അടുത്തായിട്ട് പാരിജാത യോഗം എന്ന് പറയും. പാരിജാത യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിജാതം പോലെ വളരെയധികം സമ്പത്ത് സമൃദ്ധി എല്ലാ യോഗങ്ങളും ലഭിക്കുന്ന ഒരു യോഗമാണ് പാരിജാത യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു യോഗം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യോതിഷത്തിലോ ഗ്രഹനിലയിലോ ഒക്കെ ഉണ്ട്. നമ്മളൊരു ജ്യോത്സ്യനെ കാണുക, അല്ലെങ്കിൽ ഒരു ഗ്രഹനില നോക്കാൻ അറിയാവുന്ന ആളെ കൊണ്ട് നമ്മൾ നോക്കിക്കുകയാണെങ്കിൽ പാരിജാത യോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വിദ്യാഗുണം, അതുപോലെ സമ്പൽ സമൃദ്ധി തുടങ്ങിയവയെല്ലാം ലഭിക്കുമെന്നാണ് അതിൻ്റെ തെളിവ്. അതായത് നമുക്ക് പാരിജാത യോഗം ഉണ്ടെങ്കിൽ വളരെയധികം ഉയർച്ച, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധുജന സമാഗമം, സഹായങ്ങൾ തുടങ്ങിയവയെല്ലാം നിൽക്കും. നമ്മൾ മനുഷ്യൻ്റെ മുൻപിൽ വെറുക്കപ്പെട്ടവനാവുകയില്ല, നമ്മളെല്ലാവരും ചേർത്ത് നിർത്തും, നമ്മളെ ഒറ്റപ്പെടുത്തി നിർത്തത്തില്ല. അങ്ങനെയുള്ള യോഗങ്ങളെല്ലാം ലഭിക്കുന്ന ആളുകളെയാണ്. അങ്ങനെ ഒരു യോഗങ്ങൾ ലഭിക്കുന്ന ഒരു ഗ്രഹനിലയിൽ അത്തരം ഒരു യോഗമുണ്ടെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന ഒരു യോഗത്തിൻ്റെ പേരാണ് പാരിജാത യോഗം. അപ്പോൾ ഹംസയോഗം എന്താണ്, പാരിജാത യോഗം എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞാണ്. ഞാൻ വീഡിയോയുടെ ആദ്യ കാലഘട്ടത്തിൽ ഏതോ ഒരു പ്ലേലിസ്റ്റിൽ ഹംസയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാരിജാത യോഗത്തെപ്പറ്റി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നുകൂടി എടുത്തു പറയണമെന്ന് വിചാരിച്ചത്. ഹംസയോഗവും ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, സാധ്യ എന്ന് പറയുന്നൊരു യോഗത്തെപ്പറ്റിയും പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ പാരിജാത യോഗത്തെപ്പറ്റി അവിടെ ഞാൻ തൊട്ട് പിടിക്കാതെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയില്ല. കാരണം 8 യോഗങ്ങൾ വരാറുണ്ട്, 12 യോഗങ്ങൾ വരാറുണ്ട്, 19 യോഗങ്ങൾ വരാറുണ്ട്. 12 യോഗങ്ങൾ വരുമ്പോൾ തന്നെ ആ വ്യക്തി സെലിബ്രിറ്റി ലെവലിലെത്തും. 19 യോഗങ്ങൾ വരുന്ന ഒരാൾ രാജാവിനെ പോലെയാണ് ജീവിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ളവരുടെ ദുഷ്കർമ്മങ്ങൾ കൊണ്ടും മറ്റ് പ്രവർത്തികൾ കൊണ്ടുമാണ് ചില സമയം ഈ യോഗങ്ങൾക്ക് കോട്ട സംഭവിക്കുന്നത്. പിന്നെ ചില മറ്റ് ഗ്രഹങ്ങളുടെ ഇടയിലേക്ക് കയറുക, അങ്ങനെയൊക്കെ വരുമ്പോൾ യോഗങ്ങൾക്ക് കോട്ട സംഭവിക്കും. എങ്കിലും നല്ലൊരു രീതിയിൽ മറ്റ് യോഗങ്ങളെല്ലാം റെഡിയാണെങ്കിൽ ചില ആൾക്ക് 3 നല്ല യോഗവും ബാക്കി മുഴുവൻ മോശം യോഗമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ യോഗങ്ങൾക്ക് പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത്, നമുക്ക് ദിനപ്പൊരുത്തത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ദിനപ്പൊരുത്തത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ദിനപ്പൊരുത്തത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നത്തെ നക്ഷത്രം ഏതെന്ന് വെച്ചാൽ, നമ്മൾ കുറേയധികം നക്ഷത്രത്തെപ്പറ്റി സംസാരിച്ചു. ദിനപ്പൊരുത്തത്തിൽ വരുന്ന നക്ഷത്രത്തിൻ്റെ പേര് ഇന്നത്തെ അത്തമെന്നാണ്. അത്തം നക്ഷത്രത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ഇന്ന് പറയുന്ന കാര്യം. അപ്പോൾ ദിനപ്പൊരുത്തമില്ല, മാത്രമല്ല ആളുകളുമായിട്ടും പൊരുത്തമില്ല. അങ്ങനെ പൊരുത്തമില്ല എങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ പറയാറുണ്ട്. പതിവായി എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊരുത്തമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൊരുത്തമില്ലെങ്കിൽ വികർഷണം നടക്കും. അതായത് പൊരുത്തമില്ലാത്ത വ്യക്തി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് വിരോധം അനുഭവപ്പെടും. പൊരുത്തമില്ലാത്ത ആ ഒരു വ്യക്തിയുടെ പേരിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള നക്ഷത്രം തന്നെയാണ് നമ്മുടെ കലണ്ടറിൽ വരുന്ന ഡേറ്റെങ്കിൽ അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് മാത്രമല്ല 27കാർക്കും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നിവിടെ പറയുന്നത് അത്തംകാരുടെ കാര്യമാണ്. അപ്പോൾ അത്തം നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കും? ആ വ്യക്തിയോട് മരുന്ന് ദേഷ്യം പോലെ തന്നെ ആ ദിവസവും അത്ര ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്തം നക്ഷത്രത്തിൻ്റെ ഒരു മൃഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പോത്താണ് അവരുടെ മൃഗമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മൃഗം വളരെയധികം സാധുവായ ഒരു ജീവിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പോത്തെന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു ചുമടുകളും ചുമന്ന് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖിച്ച് വിഷമിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് പോത്തെന്ന് പറയുന്നത്. പക്ഷെ ആരോടും ശത്രുതയോ ദേഷ്യമോ വഴക്കോ ഉണ്ടാക്കാത്ത ഒരു ജീവിയാണ് പോത്തെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോത്തെന്ന് പറയുന്ന ഈ ജീവിയുടെ അതേപോലെ തന്നെ സഹനശക്തി, ക്ഷമ തുടങ്ങിയവയെല്ലാം ജീവിതത്തിൽ കാണിക്കുന്ന ആളുകളാണ് അത്തം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത്തം നക്ഷത്രക്കാർ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരുടെ മുന്നിൽ വന്നാൽ പോലും ചില സമയങ്ങളിൽ അവർ സംയമനം പാലിക്കും, സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെട്ടാലും. ഞാനിവിടെ പറയാൻ പോകുന്ന പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ നിങ്ങളോട് പെരുമാറുന്ന രീതി അല്പം വ്യത്യസ്തമായിരിക്കാം, അല്പം
മോശമായ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അല്പം ദേഷ്യം പിടിച്ച രീതിയിലായിരിക്കാം, അല്പം കൂടി കർക്കശമായ രീതിയിലായിരിക്കാം നിങ്ങളോട് ഇടപെടൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വിശദമായി ഇത് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന അത്തം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ ശത്രുനക്ഷത്രത്തിൻ്റെ പേരാണ് പറയാൻ പോകുന്നത്. അത്തം നക്ഷത്രവുമായിട്ട് യോജിക്കാത്ത ഒരു നക്ഷത്രത്തിൻ്റെ പേരാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രവുമായിട്ട് അത്തം നക്ഷത്രത്തിന് ഒരു വിധത്തിലുള്ള പൊരുത്തമില്ല. കൂട്ടിയിടിച്ചാൽ ചേരില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പൊരുത്തക്കുറവാണ് അശ്വതി നക്ഷത്രക്കാരും അത്തംകാരും. പക്ഷേ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തംകാർ വളരെ വിനീതമായിട്ടായിരിക്കും പെരുമാറുക. അശ്വതി നക്ഷത്രക്കാർക്കാകെ ആദ്യം ദേഷ്യം വരുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ സംസാരം, പെരുമാറ്റം തുടങ്ങിയവ ഒരു വിധത്തിലും ഇഷ്ടപ്പെടത്തില്ല അശ്വതി നക്ഷത്രക്കാർക്ക്. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ അത്തംകാർക്കും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം അത്തത്തിൽപ്പെട്ടവരെ, അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വികർഷണമാണ്. ഒരു വിധത്തിലും ആ വ്യക്തി ഈ വ്യക്തിയേക്കാൾ മുതിർന്നതാണ് അവർ അംഗീകരിച്ച് കൊടുക്കത്തില്ല. അതായത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാം, രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ വികർഷണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവന് വലിയ ബുദ്ധിയൊന്നുമില്ല, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിയില്ലാത്ത വ്യക്തിയായിട്ട് തോന്നുന്നു, അവനൊരു മണ്ടത്തരമാണല്ലോ മുഴുവൻ കാണിക്കുന്നു പറയുമ്പോൾ വേറെ ആൾ പറയാണ് ഇല്ല അവനെപ്പറ്റി നിനക്കറിയത്തില്ല, അവന് ഭയങ്കര ബുദ്ധിയുണ്ട്, അവന് വളരെ കഴിവുണ്ട് ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റും പറയാം എടാ നിൻ്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് തർക്കിക്കാറുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് പൊരുത്തം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിയെ പൊരുത്തി പറയുന്നത്. ഈ വ്യക്തിക്ക് പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വ്യക്തി ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത്. സത്യത്തെ ഇതെന്താ സംഭവിച്ചാൽ ബുദ്ധിയുടെ അളവൊന്നും അല്ല സംഭവിച്ചേക്കുന്നത്, കഴിവിൻ്റെ അളവല്ല. കഴിവുണ്ടെങ്കിൽ അത് കഴിവാണെന്ന് അംഗീകരിക്കുന്നത് പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ അംഗീകരിക്കൂ. നമുക്ക് എത്ര വലിയ മലമറിക്കുന്ന കഴിവുണ്ടെങ്കിലും നമുക്ക് പൊരുത്തമില്ലാത്ത ഒരാളുടെ മുമ്പിലാണ് നമ്മളെ കൊണ്ട് ആ പ്രവൃത്തി കാണിക്കുന്നതെങ്കിൽ പൊരുത്തമില്ലാത്തവരെ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, നമുക്ക് അംഗീകാരം ലഭിക്കത്തില്ല. ഇപ്പം നമ്മൾ നല്ലതായിട്ട് പാട്ട് പാടുമെന്ന് കരുതുക, എല്ലാ സ്വരങ്ങളും ലയങ്ങളും താളങ്ങളും ഒക്കെ നമുക്കറിയാം. നമ്മൾ പാടുന്നത് നമ്മൾ പൊരുത്തമില്ലാത്ത ആളുടെ മുന്നിരുന്നാണെങ്കിൽ എങ്ങനെ പാടി തീർത്താലും അത് കുറ്റപ്പെടുത്തും. നമ്മളുമായിട്ട് പൊരുത്തമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ പാടുമെന്ന് കരുതുക, നമ്മുടെ പാട്ട് അത്ര പോരാന്ന് കരുതുക, കാശിന് കൊള്ളത്തില്ലാത്തൊരു പാട്ടാണ്, നമ്മളെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ശബ്ദം കേൾപ്പിക്കുകയാണെങ്കിൽ പോലും നമ്മളായിട്ട് പൊരുത്തമുള്ള വ്യക്തി എന്താണ് പറയുക? നല്ല രസം ഉണ്ടായത് പാട്ട് കേൾക്കാൻ, എത്ര മനോഹരമായിട്ട് പാടി. ആ വ്യക്തിക്ക് ആ പാട്ട് മനോഹരമായിട്ട് തോന്നും. കാരണം അങ്ങനെയാണ് അതിൻ്റെ രീതി. ശബ്ദത്തിൽ മാധുര്യം വേണമെന്നില്ല, നമുക്ക് സൗന്ദര്യം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. പൊരുത്തമുള്ള ആളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് ആ വ്യക്തിക്ക് സൗന്ദര്യമുള്ളതായിട്ട് അനുഭവപ്പെടും. ഇനി സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിലും പൊരുത്തമില്ലാത്ത ആളുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് സൗന്ദര്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും തിരിച്ചറിയാനായിട്ട് ഓപ്പോസിറ്റ് വെക്കുന്ന പൊരുത്തമില്ലാത്ത ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അതിൻ്റെ പേരാണ് വികർഷണം എന്ന് പറയുന്നത്. അത് നമുക്ക് പല രീതിയിൽ അനലൈസ് ഇത് മനസ്സിലാക്കാം. ഞാൻ ഇനി ഇപ്പം അനലൈസ് ഉള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത് പാട്ടിൻ്റെ. ഇനി ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം, അടുത്ത നക്ഷത്രം പറയാം. അത്തവുമായിട്ട് പൊരുത്തമില്ലാത്ത അടുത്ത നക്ഷത്രത്തിൻ്റെ പേരാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രവുമായിട്ട് അത്തത്തിന് യാതൊരു വിധത്തിലുള്ള പൊരുത്തവുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ചോതിയിലുള്ള ഒരാളുമായിട്ടുള്ള പെരുമാറ്റവും ചോതി കലണ്ടറിൽ വരുന്ന ദിവസവും അത്തത്തിന് പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് അനിഴം നക്ഷത്രം വരുമ്പോൾ അത്തത്തിന് പൊരുത്തമില്ല. അനിഴം നക്ഷത്രത്തിൽപ്പെടുന്ന ആളെ കാണുമ്പോഴും അത്തത്തിന് പൊരുത്തമില്ല. അനിഴം നക്ഷത്രം വരുന്ന ദിവസവും അത്തത്തിന് പൊരുത്തമില്ല. അടുത്തായിട്ട് മൂലം നക്ഷത്രമാണ് പറയുന്നത്. മൂലം നക്ഷത്രവുമായിട്ട് അത്തത്തിന് പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. അത്തത്തിന് പൊരുത്തമില്ല മൂലം നക്ഷത്രം. അപ്പം മൂലം എന്ന് പറയുന്ന ദിവസം വരുന്ന, കലണ്ടറിൽ വരുന്ന ദിവസവും പൊരുത്തമില്ല, മൂലം നക്ഷത്രത്തിൽപ്പെട്ട ആളെ കാണുന്നതും പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് കാർത്തിക നക്ഷത്രമായിട്ട് അത്തത്തിന് പൊരുത്തമില്ല. അത്തത്തിന് പൊരുത്തമില്ലാത്ത മറ്റൊരു നക്ഷത്രമാണ് കാർത്തിക. അപ്പോൾ കാർത്തികയുമായിട്ട് പൊരുത്തമില്ലാതെ വരുമ്പോൾ കാർത്തികപ്പെടുന്ന ആളുമായിട്ടും പൊരുത്തമില്ല. അതുപോലെ തന്നെ കാർത്തിക ദിവസം വരുന്ന ദിവസവും അത്തത്തിന് ശുഭകരമല്ലെന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രമായിട്ട് അത്തത്തിന് പൊരുത്തമില്ല. അപ്പോൾ ഭരണിപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുകയോ ഭരണി ദിവസം വരുന്ന ഒരു ദിവസവുമായിട്ടും അത്തത്തിന് പൊരുത്തമില്ലെന്ന് മനസ്സിലാക്കുക. പക്ഷെ വളരെയധികം ഒരു ഭാഗ്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. 6 നക്ഷത്രക്കാരുമായിട്ട് ശത്രു നക്ഷത്രമുള്ളൂ. ബാക്കി ഉള്ള 27 പോയി കഴിഞ്ഞാൽ മിച്ചമുള്ളത് ആ ഉള്ള അക്കത്തിലുള്ള അത്രയും നക്ഷത്രക്കാരുമായിട്ടും നിങ്ങൾക്ക് പൊരുത്തമുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ഭാഗ്യം ഇരിക്കുന്നത്. പൊരുത്ത നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് കൂടുതലാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ഉത്തരത്തിന് മനസ്സിലായല്ലോ, ഉത്തരത്തിന് 11 നക്ഷത്രമായിരുന്നു പൊരുത്തമില്ലാത്തത്, മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾക്ക് 6 പൊരുത്തമില്ലാത്തത്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് കിട്ടും, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും, നിങ്ങൾക്ക് പെട്ടെന്ന് സുഹൃത്തുക്കളെ കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ സൽക്കാരങ്ങൾ കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടും, എന്തും കിട്ടും. കാരണം നിങ്ങൾക്ക് പൊരുത്തക്കാർ കൂടുതലാണ്. നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഈ 6 ആളുകളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 6 ദിവസങ്ങൾ മാത്രം നിങ്ങൾക്ക് മോശമുള്ളൂ. ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്.
30 ദിവസം 6 ദിവസമേ നിങ്ങൾക്ക് മോശമായിട്ടുള്ളൂ, അല്ലെങ്കിൽ മടുപ്പ് അനുഭവപ്പെടുന്നു. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് ശുഭകരം. 6 വ്യക്തികളേ ഉള്ളൂ നിങ്ങളുമായിട്ട് പൊരുത്തമില്ലാത്തത്. ബാക്കിയുള്ള ആളുകളെല്ലാം നിങ്ങൾക്ക് ശുഭകരം. ഇത് കൂടുതൽ എന്താ വേണ്ടത്? വളരെ സന്തോഷവും സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. കാരണം പുറത്തെന്ന് പറയുന്ന ജീവി വളരെയധികം സമാധാനമുള്ളൊരു ജീവിയാണ് ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത് ആ വ്യക്തിയുടെ സ്വഭാവവും സമാധാനപരമാണെന്ന് ഞാൻ പറഞ്ഞു. വലിയ ബഹളമോ അക്രമമോ അലമ്പരമോ ഒന്നും പോകാത്ത ആളുകളാണ് അത്തങ്കാർ. അത്തങ്കാർ നല്ല വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, അത്തം നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ സ്വഭാവം പോത്ത് എന്ന് പറയുന്ന ജീവിയുടെ പോലെ തന്നെ ഒതുങ്ങിയ സ്വഭാവമായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് വലിയ ഉപദ്രവമില്ല. പക്ഷെ 6 ആളുകളിൽ മാത്രമേ വീക്ഷണം സംഭവിക്കുന്നുള്ളെങ്കിൽ വളരെയധികം ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, അത്രയും ആളുകളെയും ഒഴിവാക്കി വീർത്തുക. അത്രയും ദിവസങ്ങളിലുള്ള ചില നല്ല പ്രവർത്തികൾ, അത്രയും ദിവസങ്ങൾ ജോലിക്ക് പോകണ്ടെന്നല്ല, ജോലിക്ക് പോകണം. ആ ദിവസങ്ങളിലുള്ള ശുഭകാര്യങ്ങൾ, ഇപ്പം വീട്, ചില നാട്ടിൽ കയറിത്താമസം എന്ന് പറയും, ചില ആൾ പേരവാസ്തൂലി എന്ന് പറയും, ഗൃഹപ്രവേശനം എന്ന് പറയും, പാലുകാച്ചൽ എന്നൊക്കെ പല പല പേരുകളിൽ പല പല നാട്ടിൽ അറിയപ്പെടുന്ന നമ്മുടെ ഒരു വീട് വാങ്ങി ആ കയറി താമസിക്കുന്ന ഒരു പദ്ധതി. അങ്ങനെയുള്ള പദ്ധതികൾ ഞാൻ ഈ പറഞ്ഞ 6 പേരുടെ നക്ഷത്രത്തിൽ വരുന്ന ദിവസങ്ങളിലൊന്നും അത്തങ്കാർ ചെയ്യാതിരിക്കുക. ജോലിക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ദിവസം വേറെ ഏതെങ്കിലും ദിവസം തിരഞ്ഞെടുക്കുക. ഞാനീ പറഞ്ഞ ദിവസങ്ങൾ ഒഴിവാക്കിയാൽ മതി. ഇനി നമുക്ക് എന്നാലും മനസ്സിലാക്കിയിരിക്കാം ആരോടൊക്കെ കൂടുതൽ പൊരുത്തമുണ്ട്. ചതയവുമായിട്ട് അത്തത്തിന് പൊരുത്തമുണ്ട്. രേവതിയായിട്ട് അത്തത്തിന് നല്ല പൊരുത്തമാണ്. തിരുവാതിരയായിട്ട് നല്ല പൊരുത്തമാണ്. അതുപോലെ തന്നെ വിശാഖവുമായിട്ട് നല്ല പൊരുത്തമാണ്. പൂരാടമായിട്ട് നല്ല പൊരുത്തമാണ്. പൂരാടമായിട്ട്. പൂരാടംകാർ, രേവതിയിലുള്ളവർ, ചതയത്തിലുള്ളവർ, തിരുവാതിരയുള്ളവരൊന്നും നിങ്ങളെ ഒഴിവാക്കത്തേയില്ല. നിങ്ങൾ അവരുടെ ഒരു സുഹൃത്തായിരിക്കും മിക്കപ്പോഴും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുണ്ടായിരിക്കും. നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന ആളുകളാണ് പൂരാടവും രേവതിയും തിരുവാതിരയും ചതയംകാരും. വിശാഖം തുടങ്ങിയ മറ്റ് നക്ഷത്രങ്ങൾ ഞാൻ ഇതിൽ ഒഴിവാക്കി വിട്ട എല്ലാ നക്ഷത്രങ്ങളും ആയിട്ടും പൊരുത്തമുണ്ടെങ്കിൽ ഏറ്റവും ഹൈ ആയി പൊരുത്തം നിൽക്കുന്നത് പൂരാടവും അത്തവും, രേവതിയും അത്തവും, തിരുവാതിരയും അത്തവും, ചതയവും അത്തവും. ചെറിയൊരു പ്രശ്നം ഇവിടെ എനിക്ക് പറയാനുണ്ട്. തിരുവാതിരയും അത്തവുമായിട്ട് വരുന്ന ഒരു ചെറിയ കണക്ഷൻ. അവിടെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവാതിരയിലുള്ള ആളുകളെ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് കോപം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വ്യക്തികളാണ് ഞാൻ പറഞ്ഞു. അപ്പം ശക്തിയായിട്ട് അവർക്ക് ദേഷ്യം വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഒരു സത്യകഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവാതിരയായിട്ട് യോജിക്കുന്ന ഏറ്റവും നല്ലത് അത്തമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം സമാധാനക്കാരായ അത്തംകാർ പൊട്ടിത്തെറിക്കത്തില്ല. തിരുവാതിരയിലുള്ള ഒരു ഭർത്താവാണെന്ന് കരുതുക. അത്തത്തിലുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവ് എത്ര ശുഭനായാലും അത്തത്തിലുള്ള ആൾ പൊട്ടിത്തെറിക്കത്തില്ല. പക്ഷേ ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നായിരിക്കാം ഈ അത്തംകാർ പൊട്ടിത്തെറിക്കുക. തിരിച്ച് അതുവരെ വളരെ ദയാശീലരായി ദയാലുക്കളായിട്ട് തന്നെ അവർ നിലനിൽക്കും. അപ്പോൾ ഈ അത്തത്തിലുള്ള ഒരു ഭാര്യ, തിരുവാതിരയിലുള്ള ഭർത്താവ് എത്ര ശുഭിതനായാലും എന്തെല്ലാം ചെയ്താലും ക്ഷമയോടുകൂടി നിൽക്കും. നല്ല ഒരു പൊരുത്തമാണ്. ഇനി തിരിച്ച് തിരുവാതിരയുള്ള ഭാര്യ അത്തത്തിലുള്ള ഭർത്താവിനോട് എത്ര ചൂടായാലും ഭർത്താവ് വളരെ കൂളായിട്ട് മാനേജ് ചെയ്യും. പക്ഷെ പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസം കാണും. വർഷത്തിൽ 1 അല്ലെങ്കിൽ 4, 5 അങ്ങനെയുള്ള രീതിയിലുള്ളൂ അത്തം പൊട്ടിത്തെറിക്കും. ബാക്കി എല്ലാ ദിവസവും വളരെ കൂളായ മൈൻഡാണ് അത്തത്തിന്. അവരങ്ങനെ ശുഭദ്രാകാറില്ല. പക്ഷെ തിരുവാതിരയുള്ള ആളുകൾ നല്ലവണ്ണം ശുഭദ്രാകുന്ന ആളുകളാണ്. അശുദ്ധിയുള്ളവർ ശുഭദ്രാകുന്നുണ്ട്. പക്ഷേ അശുദ്ധി അത്തമായിട്ട് പൊരുത്തമുണ്ട്. നമുക്ക് പൊരുത്തമുള്ളവരുടെ കാര്യം സംസാരിച്ചാൽ മതി. ഏറ്റവും കഠിനമായിട്ട് ശുദ്ധവരാകുന്ന ആളുകളുടെ കാര്യങ്ങൾ അശ്വതി, തിരുവാതിര, മകം, അനിഴം, ഭരണി, കാർത്തിക, രേവതി തുടങ്ങിയവരെല്ലാം പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരാണ്. വളരെയധികം വയലൻ്റ് ആവുന്ന ആളുകളാണ്. പക്ഷേ അത്തങ്കാർ വയലൻ്റ് ആവാറില്ല. വയലൻ്റ് ആവുന്ന സമയങ്ങൾ വളരെ കുറവാണ്. 3/4 പങ്കും ഒരു തണുപ്പം മട്ടാണ്. അതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും എത്ര ദേഷ്യപ്പെട്ടാലും അത്തത്തിലുള്ളവർ വളരെ ക്ഷമ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ക്ഷമ നശിക്കുന്ന ദിവസമാണ് അവർ പൊട്ടിത്തെറിക്കുക. പക്ഷേ ഇന്നലെ അവർ വീണ്ടും അടുത്ത ദിവസം തൊട്ട് ക്ഷമയിലോട്ട് പോകും. ഒരു സ്ഥിരമായി ഒരു ഓളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവർ ഒതുങ്ങിയിരിക്കുകയോ, മനസ്സിലായിരിക്കണം. അവർക്ക് സുഹൃത്ത് വളയം ഉണ്ടെങ്കിലും അവർ ഒതുങ്ങിയിരിക്കുകയോ, അവരൊരു ചുറ്റുപാട് കൊണ്ട് ജീവിക്കാൻ നോക്കുന്ന ആളുകളാണ്. പിന്നെ രണ്ടാമത് കുടുംബമായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ചില ആളുകൾ ആദർശങ്ങൾ മുഖേന കുടുംബം വേണ്ട, വിവാഹം വേണ്ട എന്നൊക്കെ വാശി പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിലൊന്നും ഒരു അത്ര ഒരു തീവ്രത കൽപ്പിക്കാറില്ല. അല്ലെങ്കിൽ കുടുംബം വേറെ വഴി, അതിപ്പോൾ നമ്മൾ അത്ര ഇത് വീട്ടുകാരില്ലേലും കുടുംബമില്ലേലും ഇപ്പോൾ ജീവിക്കാൻ കുഴപ്പം എന്ന് ചോദിക്കുന്ന നക്ഷത്രക്കാരുണ്ടെങ്കിൽ അതിൽ കുടുംബം ആവശ്യമാണ് എന്ന് ചിന്തിച്ച് നേരത്തെ തന്നെ വിവാഹിതരാകുന്ന ആളുകളാണ് അത്തംകാർ.
അതായത് വിവാഹത്തിന് അല്പം കാലതാമസം വന്നാലും വിവാഹം അനിവാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ അത്തത്തിലുള്ളവരും തിരുവാതിരയുള്ളവരും രേവതിയിലുള്ളവരും പൂരാടത്തിലുള്ളവരും ഒക്കെ. ബാക്കിയുള്ള മുക്കാൽ ആളുകളും കുടുംബത്തിലെ ജീവിതത്തിൽ ആരെയും നിർബന്ധപൂർവ്വം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രണയബന്ധങ്ങളിൽ പെട്ടുപോകുമ്പോൾ മാത്രമാണ് കുടുംബത്തെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ തന്നെ ഒരു നിർബന്ധം ചെലുത്തേണ്ടി വരും. നിർബന്ധങ്ങളൊന്നുമില്ലാതെ വിവാഹത്തിന് ആദ്യമേ തന്നെ താല്പര്യം കാണിക്കുന്ന ആളുകളാണ് തിരുവാതിരയുള്ളവരും ഈ അത്തത്തിലുള്ളവരും രേവതിയിലുള്ളവരും പൂരാടത്തിലുള്ളവരും. വിവാഹം അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ബാക്കിയുള്ള ഒട്ടുമിക്ക നക്ഷത്രക്കാരും വിവാഹം അനിവാര്യമാണെന്ന് ചിന്തിക്കാറേ ഇല്ല. അവരുടെ തലയിൽ പോലും അത് ഓടാറില്ല. ആരെയൊക്കെ നിർബന്ധിക്കുമാണ് വിവാഹത്തെ പറ്റിയുള്ള ചിന്തകൾ തന്നെ തലയിലേക്ക് വരിക. അപ്പോൾ അവസാനം വരെ കുടുംബത്തെ കണക്ടിവിറ്റിയായിട്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന അത്തംകാരും രേവതിക്കാരും തിരുവാതിരക്കാരും പൂരാടംകാരും. ബാക്കിയുള്ളവരൊക്കെ അത് ചിലപ്പോൾ അത് പൊട്ടിച്ച് ആ ബ്രേക്ക് അങ്ങോട്ട് മൊത്തത്തോട് പൊട്ടിച്ചു വിട്ടുന്നത് വരും. അവർ അതിനുവേണ്ടിയൊന്നും ശ്രമിച്ച് നിൽക്കത്തില്ല. മിക്കാലും ഞാൻ ഈ പറഞ്ഞ ഇത്ര നക്ഷത്രക്കാരേ ഉള്ളൂ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർ ഫാമിലീനെ ചിലരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ചിലപ്പോൾ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഫാമിലി ഒരു ചെയിനായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നു. ഫാമിലി ഒരു ചെയിനായിട്ട് നിലനിർത്തണമെന്നൊന്നും ആർക്കും ആഗ്രഹമൊന്നും ഇല്ലാത്ത ബാക്കിയുള്ള മുക്കാൽ പങ്കും ആൾക്കാർ ഫാമിലി എന്ന് പറയുന്ന അത്ര ഒരു ഭീകരമായ സംഭവമായിട്ട് കരുതാറില്ല. അങ്ങനെയാണ് ബാക്കിയുള്ളവരെല്ലാം രീതി. ഇനി അതിൽ ഏറ്റവും നല്ല രീതിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് രേവതിയും തിരുവാതിരയും അതുപോലെ തന്നെ ഈ പറയുന്ന അത്തവും പൂരാടവും. മറ്റു പ്രശ്നങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ വിവാഹത്തിൻ്റെ ഡൈവോഴ്സ് വരിക അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അടുത്തൊരു വിവാഹം കഴിച്ചാണല്ലോ അവർ മാനേജ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സാധാരണ ആളുകൾ അറിയാം വിവാഹത്തിനിടയിൽ ഒരു ഡൈവോഴ്സ് വന്നതിന് വേണ്ടി വിവാഹം കഴിക്കത്തില്ല, അല്ലെങ്കിൽ അതോടുകൂടി അവസാനിച്ചു വിവാഹം. പക്ഷേ ഡൈവോഴ്സ് കഴിഞ്ഞ സ്പോട്ടിൽ വിവാഹം കഴിക്കും. അന്നേരം ഒരു ഫാമിലിയിലേക്ക് പോയി ചേക്കേറുക എന്നുള്ളതാണ് പദ്ധതി. അതിൽ ചെയ്യുന്ന ആളുകളാണ് ഈ രേവതിയും ഈ പറയുന്ന ഈ തിരുവാതിരയും ഈ പറയുന്ന അത്തത്തിലുള്ളവരൊക്കെ. ഏതെങ്കിലും ഒരു ഫാമിലിയിലേക്ക് പോയി അറ്റാച്ച് ആവും. അതാണ് അവരുടെ രീതി. അല്ലാതെ ഒരു പൂർണ്ണമായും ഈ ഒരു ചെയിൻ പൊട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ പദ്ധതിയെ ഇല്ലാന്ന് വെക്കുന്നവരല്ല. ബാക്കിയുള്ളവരെല്ലാം ഒരു ലിമിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലിമിറ്റ് തന്നെയാണ്. പിന്നെ അവർ അവിടുന്ന് പിന്നെ അനങ്ങാറില്ല. അതാണ് പദ്ധതി. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇത് ഗ്രഹനില അനുസരിച്ച് മാറ്റമുണ്ട്. ഓരോരുത്തരുടെ സ്വഭാവ രീതി അനുസരിച്ച് മാറ്റമുണ്ട്. സ്വയം ആർജിച്ചെടുത്ത സ്വഭാവമുണ്ട്, സ്വയം മാറ്റുന്ന സ്വഭാവമുണ്ട്. ഒരു പ്രായം മുമ്പുണ്ടായിരുന്ന സ്വഭാവം ഭാവിയിൽ തിരുത്തുന്ന ആളുകളുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അനുസരിച്ച് സ്വഭാവത്തിന് മാറ്റങ്ങൾ പല രീതിയിലാണ്. മനുഷ്യൻ പല രീതിയിലും പല സാഹചര്യത്തിലും പല സംസ്കാരത്തിലും വളരുന്നതുകൊണ്ട് സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ഇതൊരു പൊതുഫലമാണ് ഞാൻ ഈ പറയുന്നത്. പൂർണ്ണമായും അങ്ങോട്ട് നിങ്ങൾ അത് ബലമായിട്ട് കാണണ്ട. ഒരു 30%, 25% അത് വിശ്വസിച്ചാൽ മതി. ഹസ്തരേഖയുടെ കാര്യം പറയുന്നത് മാത്രം ഒരു 80% വരെ നമുക്ക് വിശ്വസിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊരുത്തം മറ്റു കാര്യമാണ്. പൊരുത്തത്തിൻ്റെ ഈ ശത്രു നക്ഷത്രത്തിൻ്റെ കാര്യം പറയുന്നത് 100% ശരിയാണ്. ഈ പറഞ്ഞ 6 നക്ഷത്രക്കാരോടുള്ള കണക്ഷൻസിൽ പ്രശ്നം തന്നെയാണ്. അതിനാണ് ആ പറഞ്ഞ ഒരു സംഭവം തന്നിരിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും ആളുകളുമായിട്ടുള്ള കണക്ഷനിൽ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്, തിരുവാതിരയുള്ള ആളോട് പെട്ടെന്ന് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടാൽ അത്തംകാർ ഒരുപാട് മൗനമായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ, വിവാഹപ്പൊരുത്തമാണെങ്കിലും പറയാൻ ഏറ്റവും നല്ലത് തിരുവാതിരയും അത്തവും ഏറ്റവും നല്ലതാണെന്ന് പറയാൻ പറ്റും. ഏത് കാര്യത്തിനും, ബിസിനസ് ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ, ഏതൊരു കാര്യമാണെങ്കിലും തിരുവാതിരയും അത്തവുമാണ് പറയുന്നത്. പിന്നെ രേവതി അത്തവും നല്ലതാണ്, വിവാഹത്തിനും നല്ലതാണ്. പൊരുത്തം, പങ്ക് കൃഷി, കൂട്ടുകൃഷി, കൂട്ട് കച്ചവടം, ബിസിനസ്, ഷെയറിലുള്ള കമ്പനികൾ തുടങ്ങിയവയെല്ലാം നമുക്ക് വേണമെങ്കിൽ നല്ലതെന്ന് പറയാം. പിന്നെ ഉത്തരവുമായിട്ടും പൊരുത്തമുണ്ട്. പക്ഷെ അത് പൊരുത്തത്തിൻ്റെ ലിസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ട് ഇത്രയും കാര്യമാണ്. പിന്നെ ചതയവും അത്തവുമായിട്ട് നല്ല പൊരുത്തമുണ്ടെന്ന് പറഞ്ഞു. പൂരാടവും അത്തവുമായിട്ട് പൊരുത്തമുണ്ട്. പൂരാടവും അല്പം മുന്നോട്ട് പോകണ ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെ ചില സമയം അത്തത്തിലുള്ളവരുടെ വാക്കുകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കഠിനമായി വാക്കുകൾക്കാണ് ഒഴിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ തിരുവാതിരയ്ക്കെല്ലാം റിവേഴ്സിലാണ് സാധാരണ കൂടുക. അതിൽ അത്തം മാത്രമായിരിക്കും തിരുവാതിരയോട് ക്ഷമിച്ച് നിൽക്കുന്ന നക്ഷത്രം. ബാക്കിയുള്ളവരെല്ലാം രണ്ട് രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. ഇപ്പോൾ തിരുവാതിരയായിട്ട് പൊരുത്തമുള്ള ആളുകളാണ് തിരുവാതിര തമ്മിലാണ് കൂട്ടയിടി തന്നെയാണ് നടക്കുക. കാരണം രണ്ടുപേരും ഒരേപോലെ തന്നെ കോപാകുലരായിക്കൊണ്ടിരിക്കും, ഒരേ സ്വഭാവമാണ് കാണിക്കുക. അശ്വതിയും തിരുവാതിരയാണെങ്കിൽ അശ്വതിയും വരണ്ടാവുന്ന സംഭവമാണ്. തിരുവാതിരയും ദേഷ്യപ്പെടുന്ന ആളുകളാണ്. മൂലം നക്ഷത്രമുള്ള മൂലങ്കാരും വളരെ ദേഷ്യത്തിന് പിന്നോട്ടല്ല, തിരുവാതിരക്കാരും പിന്നോട്ടല്ല. ചോദ്യ നക്ഷത്രക്കാരാണ് ചോദ്യക്കാരും പിന്നോട്ടല്ല, തിരുവാതിരക്കാരും പിന്നോട്ടല്ല, മനസ്സിലാക്കുക. പൂരാട നക്ഷത്രമാണ് പൂരാടങ്കാരും പിന്നോട്ടല്ല, തിരുവാതിരക്കാരും പിന്നോട്ടല്ല. പൂരുരുട്ടാതിയാണ് പൊരുത്തോണ്ട് പൂരുരുട്ടാതിയെ പിന്നോട്ടല്ല, തിരുവാതിരയും പിന്നോട്ടല്ല. ഉത്തട്ടാതിയായിട്ട് പൊരുത്തോണ്ട് ഉത്തട്ടാതി പിന്നോട്ടല്ല, തിരുവാതിരയും പിന്നോട്ടല്ല. ഇതിലല്പം ദേഷ്യം കുറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അത്തക്കാർ. അപ്പം തിരുവാതിര ഉള്ള ഒരാൾക്ക് അല്പം ദേഷ്യത്തിലാണെങ്കിൽ പോലും പെട്ടെന്ന് സമാധാനം കിട്ടും
അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഒരു അമ്പുകൾ കുറവായിരിക്കാം മറ്റേ ആളിൽ അത് അത്തവുമായിട്ടാണ് ഏറ്റവും നല്ല ഒരു യോജിപ്പ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊരുത്തം എന്ന് പറയുന്ന സംഭവം ഈ എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആകാശത്തിൽ നിന്ന് അശ്വതി മുതൽ രേവതി വരെയുള്ള ഒരു ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അശ്വതി മുതൽ താഴോട്ട് വരുമ്പോൾ അശ്വതിയാണ് ഏറ്റവും കാന്തിക മണ്ഡലത്തിന് ആദ്യം നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുന്നിടത്ത് വെച്ച് കാന്തിക മണ്ഡലത്തിൻ്റെ ആഷണത്തിൻ്റെ പരിധി, ആ ഒരു പരിധി പരസ്പര നക്ഷത്രങ്ങൾ വരുമ്പോൾ വികർഷിക്കുന്ന ശക്തിയും അതുപോലെ തന്നെ ആകർഷിക്കുന്ന ശക്തിയും എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ടാണ്. എന്തായാലും ദൈവത്തിൻ്റെ ഒരു കളിയും നമുക്കിത് പറയാൻ പറ്റും. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പൊരുത്തക്കുറവ് ശക്തമായിട്ട് അനുഭവപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശതനക്ഷത്രം ഉള്ളത് അശ്വതിക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പൊരുത്ത നക്ഷത്രം ഉള്ളത് രേവതിക്കാണ്. പക്ഷേ ഈ അത്തത്തിനും പൊരുത്ത നക്ഷത്രങ്ങൾ കൂടുതലാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ഇട നക്ഷത്രങ്ങളിൽ വളരെയധികം പൊരുത്ത നക്ഷത്രക്കാർ ഉണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പൊരുത്തക്കാരുള്ളത് രേവതിക്കാണെങ്കിൽ അതുപോലെ തന്നെ ഒരു നിലനിൽക്കുന്നൊരു നക്ഷത്രമാണ് അത്തം എന്ന് പറയുന്നത്. അവന് പൂരത്തിനൊക്കെ ഒരുപാട് പൊരുത്തമുള്ള ആളുകളുണ്ട്. അതൊക്കെ കൊണ്ട് പൂരംകാരും വളരെയധികം മുന്നോട്ട് പോകുന്ന ആളുകളാണ്, വളരെയധികം ഗുണം ലഭിക്കുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ അത്തം നക്ഷത്രത്തിന് ഞാൻ പറയാൻ ചില ജോലികൾ അവർക്ക് പറയുന്നുണ്ട്. ജോലികൾ എന്ന് പറഞ്ഞാൽ ഏതൊരു ജോലിയും അത്ത നക്ഷത്രത്തിലുള്ളവർ ചെയ്യും. അത് ഉയർന്ന ജോലിയാണോ താഴ്ന്ന ജോലിയാണോ എന്ന് നോക്കാറില്ല. അതായത് ഏത് പൊസിഷനിലാണ്. ഇപ്പോൾ അവർ പഠിച്ചത് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുണ്ടാകും. പക്ഷേ ചെറിയ കാര്യത്തിന് അവർ ജോലി ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു ഭയങ്കരമായൊരു ഡോക്ടർ ആവാൻ വരെ പഠിച്ച ഒരു വ്യക്തിയാണെങ്കിലും ചെറിയൊരു സ്ഥാപനത്തിൽ കയറി നിൽക്കാൻ പറഞ്ഞാൽ അവർ കയറി നിൽക്കും. അവർക്ക് അഹങ്കാരമില്ല. ഇപ്പോൾ ഒരു അത്തത്തിൽപ്പെട്ട ഒരാളുടെ അത്തം പുരുഷനാണെന്ന് കരുതുക. ആ വ്യക്തിയുടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെന്ന് കരുതുക. അത്തത്തിന് ജോലി ഇല്ലെന്ന് കരുതുക. പക്ഷെ അതൊരു അഭിമാനക്കുറവായിട്ട് കാണത്തില്ല. ആ വൈഫിനോടൊപ്പം അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ വൈഫിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ആ ഹെൽപ്പ് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത്തത്തിലുള്ളവർ ചെയ്തു കൊടുക്കും. അങ്ങനെയും കൂടി അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വരുന്ന സ്വത്ത്, മാതാപിതാക്കളെയുള്ള സ്വത്ത്, ചെറുപ്രായത്തിൽ തന്നെ സമ്പത്ത് ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്തം എന്ന് പറയുന്നത്. ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് ഭൂമി കിട്ടും, സ്വർണം കിട്ടും, അതുപോലെ തന്നെ സമ്പത്ത് കിട്ടും, തുടങ്ങി പല കാര്യങ്ങളും കിട്ടും. എന്നാലും ഒരു ജോലിക്ക് പോകും. ഈ ജോലിക്ക് പോകുകയെന്ന് പറയുന്നത് ഇവർക്കൊരു ഹോബിയാണ്. വലിയ ടെൻഷൻ പിടിച്ച ജോലികൾ ഇവരുടെ തലയിലോട്ട് വെക്കാറില്ല. വലിയ ബിസിനസ്സുകളൊന്നും ചെയ്യാറില്ല. ചെറിയ ഈ നേതൃത്വ പ്രവർത്തനങ്ങൾ, ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ചെറിയൊരു കൂട്ടായ്മയുടെ ആളാവുക, ഒരു ലീഡറാവുക, കണക്കുകൾ സൂക്ഷിക്കുന്ന ആളുകളാവുക, അധ്യാപകരാവുക, ഡോക്ടർമാരാവുക, നഴ്സുമാരാവുക, അങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട. പക്ഷേ ഏത് തലപ്പത്തുള്ള ആളാണെന്നും അത്തത്തിലുള്ള ഒരാളോട് സാധാരണ ഒരു കാര്യം ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ പറയുകയാണ്, ഒരു അത്തത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്റ്റേജിൽ ഇരിക്കുകയാണ്, നമ്മൾ പറയും കസാര ഒന്ന് അടുക്കിയിടാൻ കൂടാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരിറങ്ങി വന്ന്, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, എല്ലാവരും അങ്ങനെയല്ല, എങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു നക്ഷത്രമാണ് അത്തം. അവർ പ്രത്യേകിച്ച് ഒരു ചമ്പലും വരാതെ നേരെ വന്ന് വെച്ചാൽ ആ കസാര വേണമെങ്കിൽ അടുക്കിയിട്ടേച്ച് അവർ സ്റ്റേജിൽ തിരിച്ചു പോയിരിക്കും. ആ ലെവലിൽ വരെ നമ്മളോടൊപ്പം സഹകരണ മനോഭാവമുള്ള, ആരോടൊക്കെയാണ് സഹകരണ മനോഭാവമുള്ള, ഞാൻ ഈ പറഞ്ഞ ഈ 6 പേരോട് ഒഴിവാക്കിയിട്ട് വേണം. സഹകരണ മനോഭാവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അശ്വതിയുള്ള ഒരാൾ എന്ന അത്തത്തിനെ സഹായത്തിന് വിളിക്കുകയാണെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ അനങ്ങിയെന്ന് വരില്ല. ചോദിച്ചെന്ന ഒരാൾ സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അനങ്ങിയെന്ന് വരത്തില്ല. അതുപോലെ ഇപ്പോൾ കാർത്തികയുള്ള ഒരാൾ എന്ന് വെച്ച് അത്തത്തിലുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആൾ ചിലപ്പോൾ അങ്ങോട്ട് ഹെൽപ്പിന് വരണമെന്നില്ല, എങ്കിലും കൂട്ടത്തിൽ കൂടാം. ഇപ്പം പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണ് വിളിക്കുന്നതെങ്കിൽ പോലും കൂട്ടത്തിൽ കൂടാവുന്ന ആളുകളാണ് അത്തംകാർ. എന്നാൽ മറ്റുള്ളവർ കഠിനമായ വികർഷണത്തിൽ പോകും. മാനസികമായ വികർഷണം ഉണ്ടെങ്കിലും നമ്മൾ അത്തത്തോട് ചിലപ്പോൾ ഒരു സഹായം ഹെൽപ്പ് ചെയ്യുകയും ഈ 6 പേര് ഈ പറയുന്ന ശത്രുനക്ഷത്രത്തിൽപ്പെട്ടവർ ചോദിച്ചാൽ പോലും അത്തം ഹെൽപ്പ് ചെയ്യും. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്തത്തിലുള്ളവരുടെ പെരുമാറ്റം, നക്ഷത്രമുള്ളവരെ എനിക്ക് 3-4 പേരെ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരുണ്ട്. അവരുടെ സ്വഭാവ രീതികൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വത്തുക്കൾ എങ്ങനെ വന്നു, അവരുടെ ജോലി വിഭാഗങ്ങളെല്ലാം ഞാൻ വളരെയധികം അനലൈസ് ചെയ്ത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ വിഷയങ്ങൾ ആദ്യം പഠിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ എനിക്ക് നേരിട്ടുള്ള ആളുകളെയും ഒക്കെ നാളുകൾ ചോദിച്ചും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവരോട് ഞാൻ സംസാരിച്ചും, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടും മനസ്സിലാക്കിയും ഒക്കെ ആയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തു.
അതുപോലെ തന്നെ അഭിനയം സെലിബ്രിറ്റി ലെവലിൽ വരെ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളാണ് അത്ത നക്ഷത്രത്തിലുള്ളവർ. അപ്പം അങ്ങനെ വരെ അവർക്ക് കുറേയധികം കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരങ്ങനെയൊന്നും കഴിവുകൾ പുറത്തേക്ക് എടുക്കാറില്ല. കാരണം സമാധാനപ്രിയരാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അതനുസരിച്ച് ചെറിയ 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 വ്യത്യാസങ്ങൾ അത്ത നക്ഷത്രത്തിലുണ്ട്. പിന്നെ ഇതിന് 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ 1-ാം പാദം, 4-ാം പാദം എന്ന് തിരിച്ചിട്ടുണ്ട്. പാദവ്യത്യാസം അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം പാദത്തിലുള്ള ഒരാൾക്ക് കിട്ടുന്ന അത്ര ഐശ്വര്യം 2-ാം പാദത്തിലുള്ളവർക്ക് വരണമെന്നില്ല. 2-ാം പാദത്തിലുള്ളവരുടെ ഐശ്വര്യം 3-ാം പാദക്കാർക്ക് കിട്ടണമെന്ന്. 4-ാം പാദക്കാർക്ക് അല്പം കൂടി കുറവായിരിക്കും. ചിലപ്പോൾ 4-ാം പാദത്തിലുള്ളവർക്കായിരിക്കും അല്പം കൂടി ദുഃഖാനുഭവങ്ങളോ കഷ്ടതകളോ ഒക്കെ വരുന്നത്. അതിപ്പം നമ്മുടെ ഗ്രഹനില അനുസരിച്ച് പാദവ്യത്യാസം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ധാരാളം യോഗങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാറുണ്ട്. പിന്നെ ഇവർക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്ന അത്തത്തിൻ്റെ പൊതുസ്വഭാവം പറഞ്ഞിരിക്കുന്ന വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവരുടെ കുട്ടികളെ കൊണ്ട് മാത്രമാണ് അവർക്ക് സാധാരണ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരിക. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി എന്ന നിലയിലാണ് സാറിന് ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്. 2 പെൺകുട്ടി അല്ലെങ്കിൽ 2 ആൺകുട്ടി എന്ന് പറയുന്ന രീതിയിലല്ല ഇവരുടെ കുട്ടികൾ. അത്തരത്തിലുള്ള പുരുഷനാണേലും അത്തരത്തിലുള്ള സ്ത്രീ ആണേലും അവരുടെ കുട്ടികളുടെ കണക്ക് വരുന്നത് അങ്ങനെയാണ്. ചില നക്ഷത്രക്കാർക്ക് സ്ത്രീകളായിരിക്കും കുട്ടികൾ കൂടിയിരിക്കുക, പുരുഷന്മാർ കുറവായിരിക്കും. പക്ഷേ ഇവർക്ക് വരുന്നത് ഇടകലർന്ന രീതിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ഓർമ്മക്കുറവ്. ഇപ്പോൾ അത്തരത്തിലുള്ള ആളുടെ കുട്ടി ഏത് നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കും അത്തരത്തിലുള്ള ഒരാൾക്ക് ജനിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ വീടിനകത്ത് പെരുമാറുന്ന ചില പെരുമാറ്റങ്ങളിൽ ചില പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള മാതാപിതാക്കൾ ആരാണോ വ്യക്തിക്ക് ചെറിയ മനപ്രയാസം ഉണ്ടാക്കാറുണ്ട്. അതെന്ന് ഞാൻ ഇപ്പോൾ പറയുകയാണ്, കുട്ടികൾ ഉദാസീനമായി പെരുമാറുക. ഇപ്പോൾ ഞാൻ പറയാം, ചില കോളേജിലൊക്കെ ചിലപ്പോൾ വലിയ ഫീസ് അടയ്ക്കാനുണ്ടാകും. 10,000-25,000 രൂപ ഇപ്പോൾ കെട്ടിവെക്കണമെന്ന് ഞാൻ ഇപ്പോൾ കണക്ക് പറയുകയാണ്, എനിക്കതേപ്പറ്റി അറിയില്ല. അങ്ങ് ഒരു ഫീസ് കെട്ടണമെന്ന് കരുതുക. ഒരു 25,000 രൂപ കയ്യിൽ ഏൽപ്പിച്ചെന്ന് കരുതുക. ഈ അത്ത നക്ഷത്രങ്ങളുടെ കുട്ടി ഏൽപ്പിച്ചെന്ന് കരുതുക. ആ കുട്ടി ഇപ്പം ദൂരെ ബാംഗ്ലൂർ പോലുള്ള സ്ഥലമോ ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന് ട്രെയിനൊക്കെ പിടിച്ച് പോകണം. ഇവിടുന്ന് മാതാപിതാക്കൾ അവിടെ എത്താനാവില്ല. അവിടെ ചെന്ന ശേഷം ഈ കുട്ടി പറയാണ്, ബാഗ് കാണാൻ പോയി, പൈസ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇതിട്ടിട്ട് ഞാൻ കുറച്ച് കളിക്കാനൊക്കെ പോയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ക്ലബ്ബിൽ പോയിരുന്നു, കൂട്ടുകാരോടെ കറങ്ങാൻ പോയി, തിരിച്ചു വന്നപ്പോൾ ബാഗിൽ പണം കണ്ടില്ല, വീണ്ടും എനിക്ക് ഇച്ചിരി പണം എത്തിച്ചു തരണമെന്ന് പറയുകയെന്ന് കരുതുക. അപ്പോൾ അത് ഈ അത്തരത്തിലുള്ള ആൾ വിളിച്ച് തിരക്കുകയാണെന്ന് കരുതുക. ഇന്നപോലെ പണം കാണാൻ പോയതാണോ അതോ വേറെ എന്തെങ്കിലും പണം ചിലപ്പോൾ സത്യമാണ് പണം കാണാൻ പോയതാണോ എന്ന് തിരിച്ചറിയുക. കുട്ടികൾ അങ്ങനെയുള്ള ഉദാസീനതകൾ, ശ്രദ്ധക്കുറവുകൾ, പ്രധാനപ്പെട്ട ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാണിക്കുന്ന ശ്രദ്ധക്കുറവ് പോലുള്ള അനുഭവങ്ങൾ കുട്ടികൾ ചെയ്യുന്നതായിട്ട് അത്തരത്തിലുള്ള മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുകയും ദുഃഖം വരികയും ചെയ്യും. അത്തരം ചില കാര്യങ്ങളിൽ ദുഃഖം വരുമെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നക്ഷത്രക്കാരുമായിട്ട് ഇത്രയും പൊരുത്തമുള്ളതുകൊണ്ട് സമ്പത്ത് സ്വത്ത് മുതലാവുകയും അന്നത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഭക്ഷണത്തിന് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് നല്ല ഒരു ശുദ്ധമായ ഒരു നക്ഷത്രമാണ് നമ്മുടെ അത്തം നക്ഷത്രം എന്ന് പറയാം. വളരെ നല്ല നക്ഷത്രമാണെന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും വിഷയങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നന്ദി.